ജെറമിയ 48-ാം അധ്യായം. മോവാബ്യർക്കെതിരെ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് മോവാബിനെ കുറിച്ച് അരുളി ചെയ്യുന്നു. നെബോയ്ക്ക് ദുരിതം, അത് ശൂന്യമായിരിക്കുന്നു. അന്യാധീനമാകയാൽ കിരിയാത്തായി ലജ്ജിക്കുന്നു. കോട്ട അപമാനിതമായി, അത് തകർക്കപ്പെട്ടു. മോവാബിന്റെ പ്രശസ്തി അസ്തമിച്ചു. ഹെഷ്ബോണിൽ വെച്ച് അവർ ദുഷ്ടത നിരൂപിച്ചു. വരിക, ഒരു ജനതയാകാതെ നമുക്കവളെ വിച്ഛേദിക്കാം. ഭ്രാന്തന്മാരെ, നിങ്ങളും നിശബ്ദരാക്കപ്പെടും. വാൾ നിങ്ങളെ പിന്തുടരും. ഇതാ, ഹെറോണിയായിമിൽ നിന്ന് ഒരു വിലാപസ്വരം. ശൂന്യത, ഭീകരനാശം. മോവാബ് നശിച്ചു. സോവാർ വരെ രോദനം മുഴങ്ങുന്നു. അവർ കരഞ്ഞുകൊണ്ട് ലൂഹിത് കയറ്റം കയറുന്നു. ഹൊറോണായിം ഇറക്കത്തിൽ അവർ നാശത്തിന്റെ ആർത്തനാദം കേട്ടു. ഓടി രക്ഷപ്പെടുവിൻ. മരുഭൂമിയിലെ കാട്ടുകഴുതയെപ്പോലെ ഓടുവിൻ. കോട്ടകളിലും ധനത്തിലും നീ ആശ്രയിച്ചു, നീയും പിടിക്കപ്പെടും. കെമോഷ് ദേവൻ പ്രവാസിയാകും, ഒപ്പം അവന്റെ പുരോഹിതന്മാരും പ്രഭുക്കളും. കർത്താവ് അരുളി ചെയ്തതുപോലെ നഗരം തോറും സംഹാരകൻ വരും. ഒരു പട്ടണവും രക്ഷപ്പെടുകയില്ല. താഴ്വരകൾ തകർക്കപ്പെടും, സമതലങ്ങൾ നശിക്കും. മോവാബിന് ചിറക് നൽകുവിൻ, അവൾ പറന്നു പോകട്ടെ. അവളുടെ നഗരങ്ങൾ ശൂന്യമാകും, അതിൽ ആരും വസിക്കുകയില്ല. കർത്താവിന്റെ വേലയിൽ അലസനായവൻ ശക്തൻ, വാളുകൊണ്ട് രക്തം ചൊരിയാത്തവൻ ശക്തൻ. മദ്യത്തിന്റെ മട്ടിൽ പുതഞ്ഞ് മോവാബ് യവനം മുതൽ സ്വസ്ഥമായിരുന്നു. പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് അത് പകർന്നില്ല, പ്രവാസത്തിലേക്ക് പോയതുമില്ല. അതിന്റെ രുചിക്കോ ഗന്ധത്തിനോ മാറ്റം വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, പകരുന്നവരുടെ കയ്യിൽ അത് ഞാൻ ഏൽപ്പിക്കും. അവർ ആ പാത്രങ്ങൾ ശൂന്യമാക്കും, ഭരണികൾ ഉടച്ചു കളയും. തങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരുന്ന ബഥേലിനെക്കുറിച്ച് ഇസ്രയേൽ ഭവനം ലജ്ജിച്ചതുപോലെ കെമോഷിനെക്കുറിച്ച് മോവാബും ലജ്ജിക്കും. വീരന്മാരും ശക്തന്മാരുമായ യോദ്ധാക്കളാണെന്ന് നിങ്ങൾക്കെങ്ങനെ അഭിമാനിക്കാൻ കഴിയും? സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് അരുളി ചെയ്യുന്നു, മോവാബിന്റെയും അവന്റെ നഗരങ്ങളുടെയും സംഹാരകൻ വന്നെത്തിയിരിക്കുന്നു. അവന്റെ യുവാക്കളിൽ വീരന്മാർ വധത്തിനേൽപ്പിക്കപ്പെടുന്നു. മോവാബിന്റെ നാശം സമീപിച്ചു, അവന്റെ യാതന പാഞ്ഞെത്തുന്നു. അവന് ചുറ്റുമുള്ളവരെ, അവന്റെ നാമം അറിയുന്നവരെ, അവനെ ഓർത്ത് വിലപിക്കുവിൻ. അവന്റെ ശക്തവും ശ്രേഷ്ഠവുമായ ചെങ്കോൽ തകർന്നല്ലോ. ദീബോൻ നിവാസികളെ, ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വരിക, വരണ്ടു വീണ്ട നിലത്തിരിക്കുക. മോവാബിന്റെ സംഹാരകൻ നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു. അവൻ നിങ്ങളുടെ കോട്ടകൾ തകർത്തു കളഞ്ഞു. അരോവേർ നിവാസികളെ വഴിയരികിൽ വന്ന് ചുറ്റും നോക്കുക. പലായനം ചെയ്യുന്നവനോടും ഓടി രക്ഷപ്പെടുന്നവളോടും എന്ത് സംഭവിച്ചെന്ന് ആരായുക. മോവാബ് തകർന്നു, അവൾ അപമാനിതയായിരിക്കുന്നു. അതിനാൽ വിലപിച്ച് കരയുക. മോവാബ് ശൂന്യമായെന്ന് അർണോൻ തീരത്ത് വിളിച്ചു പറയുക. പീഠഭൂമി, ഹോളോൺ, ജഹ്സ, മേഫാത്ത്, ദീബോൻ, നേബോ, ബദ്ദിബ്, ലത്തായിം, കിരിയാത്തായിം, ബദ്ഗാം മുതൽ ബെത്മയോൺ, കെരിയോത്ത്, ബോസ്ര, ഇവയുടെ മേൽ ന്യായവിധി വന്നിരിക്കുന്നു. അടുത്തും അകലെയുമുള്ള എല്ലാ മോവാബി നഗരങ്ങളുടെയും മേൽ ന്യായവിധി നിബന്ധിച്ചിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, മോവാബിന്റെ കൊമ്പ് വിച്ഛേദിക്കപ്പെട്ടു, കരം തകർന്നു. കർത്താവിനെതിരെ തന്നെത്താൻ ഉയർത്തിയതിനാൽ മോവാബിനെ ഉന്മത്തനാക്കുക. അവൻ ഛർദിയിൽ കിടന്നുരുളട്ടെ, അവനും അപമാനിതനാകട്ടെ. ഇസ്രായേൽ നിനക്ക് നിന്ദാപാത്രമായിരുന്നില്ലേ? അവനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം പുച്ഛിച്ച് തലയാട്ടാൻ അവൻ കള്ളന്മാരുടെ കൂട്ടത്തിലായിരുന്നു. മോവാബ് നിവാസികളെ, നഗരങ്ങൾ
വിട്ടകലുവിൻ. പാറക്കെട്ടിൽ വാസമുറപ്പിക്കുവിൻ. ഗുഹാപാർശ്വങ്ങളിൽ കൂടുകെട്ടി പ്രാവുകളെപ്പോലെ കഴിയുവിൻ. മോവാബിന്റെ അഹംഭാവം ഞങ്ങൾ അറിയുന്നു. എന്തൊരഹങ്കാരം, എന്തൊരു നാട്യം, എന്തൊരു ഗർവം! അവന്റെ ഔദ്ധത്യം ഞാൻ അറിയുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, അവന്റെ പൊങ്ങച്ചവും പ്രവൃത്തിയും വ്യാജമാണ്. മോവാബിനെക്കുറിച്ച് ഞാൻ വിലപിക്കുന്നു. മോവാബ്യരെ ഓർത്ത് ഞാൻ നിലവിളിക്കുന്നു. കിർഹേരസ്യരെ പ്രതി ഞാൻ ദുഃഖിക്കുന്നു. സിബ്മായുടെ മുന്തിരിവള്ളി ജാസറിനെ ഓർത്ത് എന്നതിനേക്കാളേറെ ഞാൻ നിന്നെക്കുറിച്ച് വിലപിക്കുന്നു. നിന്റെ ശാഖകൾ കടൽ കടന്നു ജാസർ വരെ എത്തി. നിന്റെ വേനൽക്കനികളെയും മുന്തിരി വിളകളെയും വിനാശകൻ ആക്രമിക്കുന്നു. ഫലസമൃദ്ധമായ മൊവാബിൽ നിന്ന് ആനന്ദവും ആഹ്ലാദവും പോയി മറഞ്ഞു. മുന്തിരിച്ചക്കിൽ നിന്ന് വീഞ്ഞ് ഒഴുകുന്നില്ല. ആർപ്പുവിളിയോടെ ആരും ചക്ക് ചവിട്ടുന്നില്ല. ആർത്തനാദമാണ് ഉയരുന്നത്. ഹെഷ്ബോണും എലയാലെയും നിലവിളിക്കുന്നു. യാഹാസ് വരെ അവരുടെ ശബ്ദം മുഴങ്ങുന്നു. സോവാർ മുതൽ ഹൊറോണിയായിമും എഗ്ലാത്ത് ഷെലീഷായിയ വരെയും അത് കേൾക്കുന്നു. നിമ്രും ജലാശയങ്ങളും ശൂന്യമായിരിക്കുന്നു. മൊവാബിലെ പൂജാഗിരികളിൽ ബലിയർപ്പിക്കുകയും ധൂപാർപ്പണം നടത്തുകയും ചെയ്യുന്നവർക്ക് ഞാൻ അന്ത്യം വരുത്തും. കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ ഹൃദയം ഓടക്കുഴലെന്ന പോലെ കിർഹരസ്യരെയും മൊവാബ്യരെയും ഓർത്ത് വിലാപസ്വരം ഉതിർക്കുന്നു. അവരുടെ സമ്പത്ത് നശിച്ചല്ലോ. എല്ലാവരും ശിരസ് മുണ്ഡനം ചെയ്തു, താടി ക്ഷൗരം ചെയ്തു, കരങ്ങൾ വ്രണപ്പെടുത്തി, അരയിൽ ചാക്കുടുത്തു. മൊവാബിന്റെ പുരമുകളിലും ചന്തസ്ഥലങ്ങളിലും വിലാപമല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല. എന്തെന്നാൽ ആർക്കും വേണ്ടാത്ത പാത്രമെന്ന പോലെ മൊവാബിനെ ഞാൻ ഉടച്ചു. കർത്താവ് അരുളി ചെയ്തു. മൊവാബ് നിശേഷം നശിച്ചു. അവർ എത്ര വിലപിക്കുന്നു! മൊവാബ് ലജ്ജിച്ച് പിന്തിരിയുന്നു. ചുറ്റുമുള്ള ആളുകളിൽ നിന്ദയും ഭീതിയും ഉളവാക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. കഴുകനെപ്പോലെ അതിവേഗം ഒരാൾ പറന്നുവരും. അവൻ മൊവാബിനെതിരെ ചിറകു വിടർത്തും. നഗരങ്ങൾ അവന് അധീനമാകും. കോട്ടകൾ പിടിക്കപ്പെടും. ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ മൊവാബിലെ വീരന്മാർ വേദനിക്കും. മൊവാബ് നശിക്കും. അതൊരു ജനതയല്ലാതാകും. അവൻ കർത്താവിന്റെ മുൻപിൽ തന്നെത്താൻ ഉയർത്തിയല്ലോ. മൊവാബ്യരെ, നിങ്ങളുടെ മുൻപിൽ ഇതാ ഭീതിയും കുഴിയും കെണിയും എന്ന കർത്താവ് അരുളി ചെയ്യുന്നു. ഭീതിയിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്നവൻ കുഴിയിൽ പതിക്കും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ പെടും. മൊവാബിന്റെ ശിക്ഷാവർഷത്തിൽ ഞാൻ ഇവ അവരുടെ മേൽ വരുത്തും. ഓടിപ്പോയവർ ഹെഷ്ബോണിന്റെ നിഴലിൽ ദുർബലരായി നിന്നു. ഹെഷ്ബോണിൽ നിന്ന് ഒരു തീ പുറപ്പെട്ടു. സീഹോന്റെ ഭവനത്തിൽ നിന്ന് ഒരു ജ്വാല. അത് മൊവാബിന്റെ നെറ്റിത്തടം തകർത്തു. മൊവാബെ, നിനക്ക് ദുരിതം! കെമോഷിന്റെ ജനം നിർജീവമായി. നിന്റെ പുത്രന്മാർ അടിമകളായി. നിന്റെ പുത്രിമാർ പിടിക്കപ്പെട്ടു. അവസാന നാളുകളിൽ ഞാൻ മൊവാബിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അതുവരെയായിരിക്കും മൊവാബിന്റെ ശിക്ഷ.